ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കാസർഗോട്ടുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പള്ളിക്കറിയുടെ റെസിപ്പിയാണ്. ബീഫ് ഐറ്റംസ് എല്ലാം ഇഷ്ടമുള്ളവർ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിടിലൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത എല്ലോട് കൂടിയിട്ടുള്ള 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഇടത്തരം വലുപ്പമുള്ള 2 തക്കാളി കട്ട് ചെയ്തിടാം. അടുത്തതായി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കുക്കിംഗ് വലിയ പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയാം, ടേബിൾ സ്പൂണും ടീസ്പൂണും തമ്മിൽ മാറിപ്പോവരുത്. ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ളതായിരിക്കും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഏകദേശം 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അടുത്തതായി ഗരം മസാലപ്പൊടി ചേർക്കാം. അത്യാവശ്യം സ്ട്രോങ് ഉള്ളതാണെങ്കിൽ 1 ടീസ്പൂണ് അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ടൈമിൽ മല്ലി വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാടൊന്നും ചേർക്കണ്ട. ഇനി കുറച്ച് കറിവേപ്പില അതുപോലെ ഒരു പിടി മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനെടുത്ത ഈ പാത്രം കുറച്ച് വലുപ്പം കുറഞ്ഞു പോയിട്ടുണ്ട്. സാരില്ല, നിങ്ങൾ എടുക്കുമ്പോൾ അടി കട്ടിയുള്ള കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഇനി അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് കുറച്ച് കൂടുതലാണെന്നൊക്കെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. കാരണം നമ്മൾ വേറൊരു ഭാഗത്ത് ഇതിൽ ഇനി ഒരു എണ്ണയുടെ ആവശ്യം വരുന്നില്ല. വഴറ്റി കൊടുക്കുക അല്ലെങ്കിൽ വറുത്തിടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു ടൈമിൽ മാത്രമാണ് എണ്ണ ഒഴിച്ച് കൊടുക്കണുള്ളൂ. ഇനി മസാലയ്ക്ക് എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. പള്ളിക്കറി അല്ലെങ്കിൽ നേർച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ബീഫ് കറി എന്ന് പറഞ്ഞാൽ കട്ട പോലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം കട്ടായിട്ടാണ് ഉണ്ടാവുക. ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സാധാരണ വിറകടുപ്പിൽ ചെമ്പിൽ വെച്ചാണ് ഉണ്ടാക്കുക. അതിലെങ്ങനെ വെച്ചാൽ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ട് പുഴുങ്ങിയെടുത്ത രീതിയിലാണ് അത് വേവിച്ചെടുക്കുക. പക്ഷെ ഇവിടെ ഇപ്പോൾ ഞാൻ കുക്കറിലല്ല, പക്ഷെ സ്റ്റൗവിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. സാധാരണ രീതിയിൽ ഇത്ര അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അതിങ്ങനെ പുഴുങ്ങി ഒന്ന് ഇളക്കി കൊടുക്കുക ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിവിടെ കിടന്ന് അങ്ങനെ സാവധാനം വെന്തോട്ടെ. കുക്കറിലല്ല, അതുകൊണ്ട് തന്നെ കുറച്ചധികം ടൈം എടുക്കും. കുക്കറിലായാലും കുഴപ്പമില്ല, പക്ഷെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. പിന്നെ വിറകടുപ്പുള്ളവർ എന്തായാലും വിറകടുപ്പിൽ ഉണ്ടാക്കുകയാണ് ഇത് ഏറ്റവും നല്ലത്. ഈ ഒരു ടൈമിൽ നമുക്ക് അടുത്തൊരു പരിപാടി ഉണ്ട്. ഇത് പള്ളിക്കറിയുടെ മെയിനായിട്ടുള്ളൊരു കാര്യം ചെയ്യാം. ഏകദേശം ഒരു 14 കാശ്മീരി ചില്ലി നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുക. സാധാരണ എരിവുള്ള മുളകാണെങ്കിൽ ഒരിക്കലും ഇത്ര അധികം ചേർത്ത് കൊടുക്കരുത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഇതിൽ കാശ്മീരി ചില്ലി തന്നെയാണ്. അതാണെങ്കിലാണല്ലോ ഇത്ര അധികം ചേർക്കാനും പറ്റുള്ളൂ. വേറെ പച്ചമുളകൊന്നും ഇതിൽ നമ്മൾ ചേർക്കണില്ല. കുരുമുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കണില്ല. ഓരോ നാട്ടിലും നേർച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ബീഫ് കറി എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. കാരണം മലപ്പുറം ഭാഗത്ത് എന്നൊക്കെ പറഞ്ഞാൽ കുരുമുളക് അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളറൊക്കെ ആയിട്ടാണ് കട്ട പോലെ ആയിട്ടാണ് ബീഫ് ഉണ്ടാവുക. ഇതെന്ന് പറഞ്ഞാൽ കാസർഗോട്ടുകാരുടെ അവരുടേതായ സ്പെഷ്യലാണ്. ഇപ്പം നമ്മുടെ മുളക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമല്ലി ചേർത്ത് കൊടുക്കാം. പച്ചമല്ലി ഒന്ന് വറുത്തെടുക്കണം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ടൈമിൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല കമ്പനിയുടെ ഒക്കെ വാങ്ങുകയാണെങ്കിൽ പച്ചമല്ലി നല്ല വൃത്തിയുള്ളത് തന്നെ കിട്ടും. പിന്നെ അത് നമ്മൾ കഴുകിയിട്ട് ഇടൊന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ ഓയിലെടുത്ത് ആ വെളിച്ചെണ്ണ എടുത്ത അതേ ഇതിലാണ് ഇപ്പോൾ പച്ചമല്ലി എടുത്തിട്ടുള്ളത്. അതാണ് ഒരു വെള്ളം നനവ് പോലെ കാണുന്നത്.
മല്ലിയൊക്കെ ഇവിടെ കറക്റ്റ് വറവായിട്ടുണ്ട്. നമ്മൾ ആ വെളിച്ചെണ്ണയുടെ കുറച്ച് ഭാഗം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഒരു കറുപ്പ് കളറാവാൻ തുടങ്ങിയത്. ഇനി ഇതും നമ്മൾ ആദ്യം ചൂടാക്കി വെച്ച ഉണക്കമുളകും കൂടെ നന്നായി പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് എന്തായി നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി തന്നെ വേവിച്ചെടുക്കുക. അത്യാവശ്യം മൂത്ത പോത്താണെങ്കിൽ കുറച്ചധികം നേരം തന്നെ ഇത് വേവിച്ചെടുക്കേണ്ടി വരും. ടേസ്റ്റ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. അത്രക്കൊന്നും ടൈമും ക്ഷമൊന്നും ഇല്ലെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കിയാൽ മതി. വിറകടുപ്പാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഏറ്റവും ടേസ്റ്റ് വിറകടുപ്പിൽ ഉണ്ടാക്കുകയാണ്. ഇനി നമ്മുടെ പൊടിച്ച മല്ലി ഉണക്കമുളക് എല്ലാം ചേർത്തതിന് ശേഷം മൂടി വെക്കുക. മീഡിയം ഫ്ലെയിമിലിടുക. അത് അങ്ങനെ കിടന്ന് വെന്തോളും. ഇതിങ്ങനെ കിടന്ന് വെന്തോട്ടെ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ വറുത്തെടുക്കാം. ഇറച്ചി ആവശ്യത്തിനുള്ള വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ പാത്രം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കാരണം ഇളക്കി കൊടുക്കാനൊക്കെ ഒന്നുകൂടെ നല്ലത് ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിൽ എടുക്കുകയാണ്. ഞാൻ ആദ്യം എടുത്ത പാത്രം നല്ല ചെറുതായിരുന്നു. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തത് ചേർക്കാം. റമദാൻ പ്രീ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ തേങ്ങ വറുത്ത് പൊടിച്ച് വെക്കുന്നതെല്ലാം കാണിച്ചിട്ടുണ്ട്. അതുപോലെ വറുത്ത് പൊടിച്ചതൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്താലും മതി. ഇപ്പം ഇതിലെ വെള്ളമൊക്കെ വറ്റി ഏകദേശം സെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പള്ളിക്കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ബീഫ് റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.